ഇനി ബസ്സിൽ ആഹാരം വിതരണം ചെയ്യും. ബസ്സിൽ ഇരിക്കുന്ന സീറ്റിലേക്ക് നിങ്ങൾ ഓൺലൈനിലൂടെ ഓർഡർ കൊടുക്കുമ്പോൾ സാധനം അവിടെ കൊണ്ടുതരും. നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിനെ എങ്ങനെയാണ് നിങ്ങൾ ഈ ഐഡിയ പറഞ്ഞ് നിങ്ങൾ കൺവിൻസ് ചെയ്ത് KSRTC-യുമായി കൊളാബറേഷൻ നടത്തിയത്? സംസാരിച്ചൊരു 3 to 5 minutes തന്നെ ആളെ ഇംപ്രസ്ഡ് ആയി. നമുക്ക് ഒരു 3 minute കൊണ്ട് ആൾ പറഞ്ഞു യെസ് നമുക്കിത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊജക്റ്റ് ആണെന്നുള്ള രീതിയിൽ പറഞ്ഞു. ഞാൻ യാത്ര ചെയ്യുമ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഒരാളുടെ പ്രൈവറ്റ് പാർട്സ് റബ്ബ് ചെയ്യുന്നു, അതേ ഡ്രയർ ഹാൻഡ്സോടെ ഫുഡ് സെർവ് ചെയ്യുന്ന ഒരു കാഴ്ച ഞാൻ തരുന്നു. ഇത്രയും നമ്മളുടെ നാടിനെ സേവിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഡെവലപ്ഡ് കൺട്രി ആക്കേണ്ടത് നമ്മൾ തന്നെയാണ്. ഇത്രയും പ്രോപ്പറായിട്ട് എക്സിക്യൂഷനും ഈ ഒരു ലെവൽ ഓഫ് സപ്പോർട്ട് കേരള ഗവൺമെൻറ്റിന് എത്തിപ്പെടുന്ന രീതിയിലോട്ട് എത്താൻ കഴിഞ്ഞത് അപ്പോഴത്തെ ഈ 5 പേരുടെ ക്യുമുലേറ്റീവ് എഫർട്ട്. KSRTC-യുടെ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് ഇസ് ടു ഗുഡ്. അവരുടെ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നതെല്ലാം ഫാസ്റ്റാണ്. ഒരു ട്രാവലറിന് ആക്സസിബിൾ ആയിരിക്കണം, അഫോർഡബിൾ ആയിരിക്കണം, കൺവീനിയൻ്റ് ആയിരിക്കണം. സൊമാറ്റോ, സ്വിഗ്ഗി പോലുള്ള വലിയ സ്റ്റാർട്ടപ്സുകൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്ത ഒരു ലെവലിലേക്ക് എത്തിയതിൻ്റെ പല എക്സാമ്പിൾസും ഇവർ കാണുന്നുണ്ടല്ലോ, ഗവൺമെൻറ് കാണുന്നുണ്ടല്ലോ. റിജക്ഷൻസ് ഫേസ് ആവാൻ റെഡി ആയിട്ടുണ്ടെങ്കിൽ മാത്രമേ സ്റ്റാർട്ടപ്പോട്ട് ഇറങ്ങിയാൽ മതി. മുൻപിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രോബ്ലംസ് കാണാൻ പറ്റുമോ അതിന് നിങ്ങൾക്ക് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ, അതൊരു സ്കെയിലബിൾ ബിസിനസ് മോഡലായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ, അതൊരു ഇന്നോവേറ്റീവ് ആയിട്ട് സ്കെയിലബിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്. ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞ ആ റോൾസ് ആണ് എന്റെ കയ്യിലിരിക്കുന്നത്. ആൻഡ് ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ റോൾസിന് പിന്നിലെ തലകളെയാണ്, ടീം റെയിൽ റോൾസ്. താങ്ക് യു സോ മച്ച്. നമ്മുടെ റെയിൽ റോൾസിനെ പറ്റി നിങ്ങൾക്ക് ഏകദേശം നിങ്ങളിപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവും. എന്നാലും ഞാൻ ഒന്നുകൂടി ഒന്ന് പറയാം. നമ്മുടെ റെയിൽ റോൾസ് എന്ന് പറഞ്ഞ ഈ ഒരു ടീം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ യാത്രക്കാർക്ക്, KSRTC-യിലൊക്കെ പോകുന്ന യാത്രക്കാർക്ക്, യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടി എന്താണ് ഇതേപോലെ കൺവീനിയന്റ് ആയിട്ട് അതേപോലെ ഹൈജീനിക് ആയിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഇവർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നമ്മുടെ ടീമിനെ പരിചയപ്പെടാം. ഹായ്, ഐ എം സഞ്ജിത്ത്, റെയിൽ റോൾസിൻ്റെ കോ-ഫൗണ്ടർ ആൻഡ് CEO ആണ്. ഐ എം ഷിബിൻ, ഞാൻ റെയിൽ റോൾസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ CEO ആൻഡ് കോ-ഫൗണ്ടറാണ്. എൻ്റെ പേര് ഷിജ, ഞാൻ റെയിൽ റോൾസിൻ്റെ CTO ആൻഡ് കോ-ഫൗണ്ടറാണ്. ഐ എം സഫ്വാൻ, ഐ എം ദി CFO ഓഫ് റെയിൽ റോൾസ്. എൻ്റെ പേര് നസീം, ഞാൻ റെയിൽ റോൾസിൻ്റെ കോ-ഫൗണ്ടർ ആൻഡ് R&D സൈഡ് ഹാൻഡിൽ ചെയ്യുന്ന ഞാനാണ്. ഞാനിപ്പോൾ ഒരു യാത്രക്കാരിയാണ്. ഞാൻ KSRTC-യിൽ യാത്ര ചെയ്യാണ്. എനിക്ക് എന്താണ് ഫുഡ് കഴിക്കണം, എനിക്ക് നല്ല ഹൈജീനിക് ആയിട്ടൊരു ഫുഡ് കഴിക്കണം. എങ്ങനെയാണ് എനിക്ക് റെയിൽ റോൾസ് KSRTC എഡിഷനെ ആശ്രയിക്കാൻ പറ്റും? എങ്ങനെയാണ് അതിന്റെ പ്രവർത്തനങ്ങൾ? ഓക്കെ, നമ്മൾ 10 പ്ലേസിലായിട്ട് KSRTC ബസ് സ്റ്റേഷനിലായിട്ട് നമ്മൾ ഔട്ട്ലെറ്റ്സ് ഉണ്ടാവും. അതിന് പുറമെ നിങ്ങൾ ഈ ഔട്ട്ലെറ്റ് ത്രൂ പാസ് ചെയ്ത് പോവുകയോ അവിടെ വഴിയാണ് ബസ് കയറുന്നേ ഉണ്ടെന്നുണ്ടെങ്കിൽ KSRTC-യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന വെബ്സൈറ്റിൽ തന്നെ ഫുഡ് ഓർഡർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് റെയിൽ റോൾസിൻ്റെ. അതിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റും. അതിൽ നിങ്ങൾ പ്രൊവൈഡ് ചെയ്ത് തരേണ്ട ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് നിങ്ങളുടെ PNR നമ്പർ, അതുപോലെ തന്നെ ബസ് സീറ്റ് നമ്പർ നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർട്ടിക്കുലർ സ്റ്റേഷൻ, ഏത് സ്റ്റേഷനാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ബസ് സ്റ്റേഷൻ എത്തുമ്പോൾ നിങ്ങൾ ബസ് സീറ്റിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ടീം വന്നിട്ട് ഫുഡ് ഡെലിവറി ചെയ്ത് തരും. ഇപ്പൊ ഞാൻ ട്രിവാൻഡ്രത്ത് നിന്ന് യാത്ര ചെയ്യുന്ന എറണാകുളത്തേക്ക് യാത്ര ചെയ്യുന്ന ഒരാളാണ്. എനിക്ക് എങ്ങനെയാണ് നിങ്ങളുടെ ഈ പറയുന്ന റെയിൽ റോൾസിനെ ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ള ഒരിത് പറയുമോ? ഇപ്പൊ ഞാൻ കയറുമ്പോൾ തന്നെ എനിക്ക് ഫുഡ് കഴിക്കാൻ ആഗ്രഹമുണ്ട്, അപ്പൊ ഞാൻ ബുക്ക് ചെയ്യണം, അതിനെങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്ന് പിക്കപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ട്രിവാൻഡ്രത്താണ് നിങ്ങൾക്ക് ഫുഡ് വേണ്ടതെന്നുള്ളതുണ്ടെങ്കിൽ പിക്കപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ട്രിവാൻഡ്രം ബസ് സ്റ്റേഷൻ ചൂസ് ചെയ്യാം. അല്ല നിങ്ങൾക്ക് ഇൻ ബിറ്റ്വീൻ ആണ് നിങ്ങൾക്ക് ബസ് സീറ്റിലോട്ടാണ് ഡെലിവറി ചെയ്യേണ്ടതെന്നുള്ളത്. ഇപ്പോൾ നിങ്ങളുടെ ബസ് കൊട്ടാരക്കര ത്രൂ ആണ് വരുന്നതെങ്കിൽ നമുക്ക് കൊട്ടാരക്കര ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പോൾ കൊട്ടാരക്കരയിൽ നിന്ന് എന്ത് ചെയ്യാം, ബസ് സീറ്റ് ഡെലിവറി ചൂസ് ചെയ്യാം. അതല്ല നിങ്ങൾ കൊല്ലം ത്രൂ ആണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കൊല്ലത്ത് ബസ് സീറ്റ് ഡെലിവറി പ്രൊവൈഡ് ചെയ്യാം. അപ്പൊ നമുക്ക് വേണമെങ്കിൽ കയറുന്ന സ്റ്റേഷനിൽ നിന്ന് തന്നെ വേണമെങ്കിലും ഫുഡ് നമുക്ക് ചൂസ് ചെയ്യാം, ഓർഡർ ചെയ്യാൻ പറ്റും. അതേപോലെ നമുക്ക് പോകുന്ന വഴിയാണെങ്കിലും ഇപ്പം എനിക്ക് നമ്മൾ ട്രിവാൻഡ്രത്ത് നിന്ന് കയറി നമുക്ക് പകുതി എത്തിയിട്ടാണ് നമുക്ക് ഭക്ഷണം കഴിക്കണമെന്ന് തോന്നുകയാണെങ്കിൽ നമുക്ക് കൊല്ലത്ത് നിന്ന് കഴിക്കാം, അങ്ങനെയല്ലേ? യെസ്, ഒരു 30 മിനിറ്റ്സ് ബിഫോർ നിങ്ങൾ പ്രീ ഓർഡർ ചെയ്യണം എന്നുള്ളൂ. ആ ബസ് സ്റ്റേഷൻ എത്തുന്നതിന് ഒരു 30 മിനിറ്റ്സ് ബിഫോർ പ്രീ ഓർഡർ ചെയ്താൽ മാത്രം. ഓക്കെ, അതായത് നമ്മൾ യാത്രക്കിടയിലാണെങ്കിൽ 30 മിനിറ്റ്സിന് മുന്നേ. അപ്പം യാത്ര തുടങ്ങുന്ന സമയത്താണെങ്കിലോ? അവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ വാക്കിൻസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ് സ്റ്റോറിൽ വന്ന് വാക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫുഡ് പർച്ചേസ് ചെയ്യാൻ പറ്റും. അതിലും നമുക്ക് മുൻകൂട്ടി ടൈം സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും, പ്രീ ഓർഡർ ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് അവിടെ വരുമ്പോൾ വെൽ പ്രിപ്പയർഡ് ആയിട്ടാണ് ജസ്റ്റ് ഗ്രാബ് ചെയ്ത് പോയാൽ മതി. ബിക്കോസ് യാത്രക്കാരാണല്ലോ, സമയം കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ഈസിയസ്റ്റ് ആയിട്ടും കൺവീനിയൻ്റ് ആയിട്ട് ടൈം കൺസ്യൂം ചെയ്യാത്ത രീതിയിൽ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഡിസൈൻ ആൻഡ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ഇതിന്റെ പാക്കേജിങ്ങിനെ പറ്റി പറയാതിരിക്കാൻ വയ്യ. നമ്മൾ പലപ്പോഴും ഈ പറയുന്നത് പോലെ നമ്മളൊരു ഫുഡ് ഇപ്പം വാങ്ങുന്നു, എന്താണ് ഒരു കടയിൽ നിന്നോ മറ്റോ വാങ്ങിയിട്ട് നമ്മൾ വരുന്ന സമയത്ത് ഇതിന്റെ ഒരു മെസ്സ് ഉണ്ടല്ലോ, നമ്മളൊരു ഫുഡ് കഴിക്കണം, അടുത്തിരിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടാവരുത്, അങ്ങനെ പല പല പ്രശ്നങ്ങൾ നമുക്ക് ഫേസ് ചെയ്യാറുണ്ട്. പക്ഷെ ഇതിന്റെ പാക്കേജിങ്ങിന്റെ പ്രത്യേകത എന്താണ്? മറ്റു വേറൊരു ബോക്സ് കൂടി നമുക്ക് ഇവർ തന്നിട്ടുണ്ട്. ഈ ബോക്സ് ആണ് നമ്മുടെ ഈ റെയിൽ റോൾസിന്റെ ഈ ബോക്സ് ആണ് ഇങ്ങനെ ആവുന്നത്. സോ ഈ ഒരു ഡിസൈനെ പറ്റി ഒന്ന് പറയാമോ? നമ്മുടെ ഈ പാക്കേജ് 3 സെക്ഷൻ ആയിട്ടാണ് വരുന്നത്. ദിസ് ഇസ് 1, 2 and 3. നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് സെക്ഷൻ മുകളിലത്തെ പാർട്ട് പ്ലക്ക് ചെയ്തെടുക്കാം. ആൻഡ് ദെൻ നമുക്ക് ഫസ്റ്റ്
ഫ്യൂ ബൈറ്റ്സ് എടുത്ത് എൻജോയ് ചെയ്യുക. ആൻഡ് ദെൻ എഗെയിൻ മിഡിൽ പാർട്ട് സെക്ഷൻ പ്ലക്ക് ചെയ്തിട്ടോ പീൽ ചെയ്തിട്ടോ നമുക്ക് എടുക്കാം. ഇതിന് ശേഷം ലാസ്റ്റ് പാർട്സൊക്കെ ലൈക്ക് കഴിച്ചതിന് ശേഷം ഇതിനുള്ളിൽ തന്നെ ലൈക്ക് നമ്മളെ റാപ്പിൻ്റെ ബട്ടർ പേപ്പേഴ്സും ടിഷ്യൂസൊക്കെ ഉണ്ടാവും. നമ്മൾ ബട്ടർ പേപ്പർ വേസ്റ്റ് ചെയ്തിൽ വെക്കുക. ടിഷ്യൂ ഒക്കെ ഫേസെല്ലാം വൈപ്പ് ചെയ്തിട്ട് ഇതിൽ സ്റ്റോർ ചെയ്യുക. ആൻഡ് ദെൻ മിഡിൽ പാർട്ട് എടുത്ത് ഇതിലോട്ട് പുഷ് ചെയ്യാം. ആൻഡ് ദെൻ ദ ഫസ്റ്റ് പാർട്ട് എടുത്തിട്ട് ഇതിലോട്ട് ഇങ്ങനെ വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഈസിലി ഡിസ്പോസിബിൾ ആണ്. നമുക്ക് ലൈക്ക് തിരിച്ച് നമ്മളെ ബാഗിൽ തന്നെ വെച്ചിട്ട് എവിടെയാണോ ഡസ്റ്റ്ബിൻ കാണുന്നത് അപ്പോൾ ലൈക്ക് നേരെ ഡിസ്പോസ് ചെയ്യാം. ലൈക്ക് കൺവീനിയൻ്റ് ആണ്. എത്രയും ലൈക്ക് നമ്മളെ കയ്യിൽ പിടിച്ചാൽ എത്രയേ ഉള്ളൂ. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ സ്റ്റേറ്റിൽ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി ഗണേഷ് കുമാറിനെ എങ്ങനെയാണ് നിങ്ങൾ ഈ ഐഡിയ പറഞ്ഞ് നിങ്ങൾ കൺവിൻസ് ചെയ്ത് ഈ ഫുഡിന്റെ ഈ സ്റ്റാർട്ടപ്പിനെ ഇങ്ങനെ KSRTCയുമായി കൊളാബറേഷൻ നടത്തിയത്? ഫസ്റ്റ് ഓഫ് ഓൾ നമ്മളെ ഇൻവെസ്റ്റർ ഉണ്ട് അരുൺ കുമാർ സർ, ആളെ എലാൻസ് ലേണിംഗിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. സോ നമ്മളെ ഇൻവെസ്റ്റർ ആണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് PS-നെ കണക്ട് ചെയ്ത് തരുന്നത്. മിനിസ്റ്ററിന്റെ PS ആയിട്ട് ഒരു അപ്പോയിൻമെന്റ് നമുക്ക് എടുത്തു തന്നു. അപ്പോൾ ആള് നമ്മൾ കോൾ ചെയ്തു, ഒരു അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്, നല്ല രീതിയിൽ വിളിച്ചു. അങ്ങനെ നമ്മളൊരു ഒരു ഡേയിൽ നമ്മൾ കാലിക്കറ്റിൽ നിന്നാണ് നമുക്ക് പെട്ടെന്നൊരു കോൾ വരുന്നത്. രാത്രി നമുക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയിട്ടുണ്ട്, ഒരു 5 minutes ടൈം ഉണ്ട് എന്നുള്ള രീതിയിൽ മിനിസ്റ്ററെ കാണാൻ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, കാലിക്കറ്റ് നിന്ന് തന്നെ ഡ്രൈവ് ചെയ്ത് നൈറ്റ് ഒരു 12 hours സ്ട്രെയിറ്റ് ഡ്രൈവ്. എന്നിട്ട് നമ്മൾ നേരെ മിനിസ്റ്ററെ കാണാൻ പോയി. നമ്മൾ മിനിസ്റ്ററായിട്ട് നമ്മൾ ഐഡിയ പിച്ച് ചെയ്തു. മിനിസ്റ്റർ ഐഡിയ കേട്ടപ്പോൾ മിനിസ്റ്റർ ക്വൈറ്റ് ഇന്നോവേറ്റീവ് ആണ്. നമ്മൾ ബസ് സീറ്റിലോട്ട് നമ്മൾ ഹാൻഡ് വാഷ് ആയിട്ടുള്ള ഫുഡ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ KSRTCയുടെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ നമുക്ക് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബസ് സീറ്റിലോട്ട് നമുക്ക് ഡെലിവർ ചെയ്യാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഈസി ആയിട്ട് ഇത് ഡിസ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോഡലും കൂടിയാണ് എന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു. പിന്നെ നമുക്ക് ബസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് 200 square feet നമുക്കിത് ചെയ്തെടുക്കാനും കൂടി പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ ആളായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തപ്പോൾ ആൾ പറഞ്ഞു നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട്. എത്രാമത്തെ മിനിറ്റിലാണ് സംസാരിച്ച് തുടങ്ങിയത്? ഓക്കെ, നമ്മൾ സംസാരിച്ചൊരു 3 to 5 minutes തന്നെ ആളെ ഇംപ്രസ്ഡ് ആയി. നമുക്ക് ഒരു 3 minute കൊണ്ട് ആൾ പറഞ്ഞു യെസ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നൊരു പ്രൊജക്റ്റ് ആണെന്നുള്ള രീതിയിൽ പറഞ്ഞു. അങ്ങനെ ആള് നമ്മൾ CMDയിലോട്ട് അന്നൊരു 2:30 ആണ്, ഉച്ചയ്ക്ക് 2:30 ആളപ്പോൾ തന്നെ പറഞ്ഞു നിങ്ങളൊരു 5 o'clock. ഇപ്പോൾ പത്തനാപുരത്ത് ആളുടെ ഓഫീസിലായിരുന്നു നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പത്തനാപുരത്ത് നിന്ന് ആൾ പറഞ്ഞു 5 മണിക്കുള്ളിൽ നിങ്ങൾ ട്രിവാൻഡ്രത്ത് പോയിക്കാൻ നിങ്ങൾക്ക് CMDനെ കാണാൻ പറ്റും, CMD ആയിട്ട് പ്രോജക്റ്റ് ഡിസ്കസ് ചെയ്തോളൂ പറഞ്ഞു. ഞങ്ങളപ്പോൾ തന്നെ കാറെടുത്ത് നേരെ CMDനെ കാണാൻ പോയി. CMD ആയിട്ട് കണ്ടിട്ട് CMD കുറച്ച് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു. ആൻഡ് CMD നമുക്ക് ടെൻഡർ ബേസ് ചെയ്തിട്ട് നമ്മൾ ടെൻഡർ വിളിക്കും, ടെൻഡർ വിളിച്ച് നിങ്ങൾ എടുക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രൊവൈഡ് ചെയ്ത് തരാൻ പറ്റും എന്ന് പറഞ്ഞു. സോ പറഞ്ഞ് അതായത് ഐഡിയ പറയുന്നു, ഒരു 5 minutesനുള്ളിൽ പുള്ളി ഇംപ്രസ്ഡ് ആയി എന്നുള്ളതാണ്. ഓക്കെ, എക്സിക്യൂഷൻ പാർട്ട് ഭയങ്കര ഫാസ്റ്റ് ആയിരുന്നു. സോ പ്രതീക്ഷിച്ചിരുന്നു ഇത്രയും പെട്ടെന്ന് മിനിസ്റ്റർ പറഞ്ഞ് നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുമെന്ന്? ഓക്കെ, ഓഫ് കോഴ്സ് ഇല്ല, നമ്മൾ മിനിസ്റ്ററായിട്ട് സംസാരിക്കാം എന്നുള്ള രീതിയിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. മീൻസ് നമുക്ക് ഇത്ര പെട്ടെന്ന് കൺവിൻസ് ആവുമെന്നുള്ള പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ പിച്ച് ഗോ ത്രൂ വെൽ, പെട്ടെന്ന് തന്നെ ആൾ കൺവിൻസ് ആയി. മിനിസ്റ്റർ അത്രയും പെട്ടെന്ന് നമ്മൾ CMD ആയിട്ട് കണക്ട് ചെയ്ത് തന്നു. CMD ആയിട്ട് സംസാരിച്ചപ്പോഴും അവരും ഒരു ഇന്നോവേറ്റീവ് ഐഡിയനെ വെൽക്കമിങ് ചെയ്യുന്നായിരുന്നു. ആൻഡ് KSRTCയുടെ ഓപ്പറേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വാസ് ടു ഗുഡ്. അവരുടെ കാര്യങ്ങൾ ഇപ്പോൾ നടക്കുന്നത് എല്ലാം ഫാസ്റ്റാണ്. അത്രയും ഇപ്പോൾ നമ്മൾ അവരുടെ ടീമിൻ്റെ എസ്റ്റേറ്റ് ടീമാണെന്നുണ്ടെങ്കിലും മാർക്കറ്റിംഗ് ടീമാണെന്നുണ്ടെങ്കിലും KSRTC എല്ലാം ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഡേ ടു ഡേ ഓപ്പറേഷൻസിൽ നമുക്ക് എന്തൊക്കെയാണ് തടസ്സമുണ്ട് എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരോട് പറഞ്ഞില്ല, അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ അവർ ആസ് സൺ ആസ് പോസിബിൾ. അവരും ഒരു പാസഞ്ചേഴ്സിനെ എങ്ങനെ ബെറ്ററായിട്ട് ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ വിഷൻ. നമ്മളുടെ സെയിം വിഷൻ ആയതുകൊണ്ട് ഒരു രണ്ടുപേരുടെ വിഷൻ പ്രോപ്പറായിട്ട് പെട്ടെന്ന് എന്താണ് പോയി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമാണോ ലൈക്ക് സ്റ്റാർട്ടപ്പിലുള്ള ആളുകൾക്കൊക്കെ ഐഡിയാസ്? ഓഫ് കോഴ്സ്, ഐ തിങ്ക് സോ. ഇപ്പോഴത്തെ സിനാരിയോയിൽ ഗവൺമെൻറ് ഓൾ വെൽക്കമിങ് അസ് ബിക്കോസ് നല്ല രീതിക്കുള്ള ട്രാക്ഷൻസ് നമ്മൾ മുൻപ് സ്റ്റാർട്ടപ്പ് ജേർണിയിൽ ഇപ്പോൾ Zomato, Swiggy ഇതുപോലുള്ള വലിയ സ്റ്റാർട്ടപ്സുകൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്ത ഒരു ലെവലിലേക്ക് എത്തിയതിൻ്റെ പല എക്സാമ്പിൾസും ഇവർ കാണുന്നുണ്ടല്ലോ, ഗവൺമെൻറ്റ്സ് കാണുന്നുണ്ടല്ലോ. സോ ആ ഒരു ഗവൺമെൻറ്റ്സ് നമ്മളുടെ പോലുള്ള ചെറിയ സ്റ്റാർട്ടപ്സുകളും ഇനീഷ്യലി ഇപ്പോൾ ദേ ആൾസോ സീയിങ് ദ ബിഗർ വിഷൻ. നമ്മൾ പറയുന്ന ഒരു ബിഗർ വിഷൻ അവരും കാണുന്നുണ്ട്. സോ അവർ സപ്പോർട്ടീവാണ്, അവരും നമ്മൾ ട്രസ്റ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് നമ്മൾക്കൊരു നല്ലൊരു ട്രാക്ഷൻ കൂടി ഉണ്ടായതുകൊണ്ട് ഒരു 1 year നമ്മൾ റെയിൽവേസിൽ കാറ്റർ ചെയ്ത ട്രാക്ഷൻ കൂടി ഉണ്ടായതുകൊണ്ട് ഇറ്റ് ഹെൽപ്സ് എ ലോട്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ആളുകൾ വേറെ സ്ഥലത്ത് പോകുന്നു, അല്ലെങ്കിൽ ഇവിടെ ഈ പറയുന്നത് പോലെ റിസോഴ്സസ് കുറവാണെന്ന് ചിലവർ പറയുന്നു. അതേപോലെ തന്നെ ഇവിടുത്തെ അവസരങ്ങൾ കുറയുന്നത് കൊണ്ടാണ് അങ്ങോട്ടേക്ക് പോകുന്നതെന്ന് പൊതുവെ ആളുകൾ പറയാറുണ്ട്. നിങ്ങളുടെ ഒരു അഭിപ്രായം എന്താണ്? ലൈക്ക് ശരിക്കും നമ്മൾ ഇവിടെ ഒരു റിസോഴ്സസ് കുറവുണ്ടോ, അതോ എന്തുകൊണ്ടാണ് ഇങ്ങനെ പുറത്തു പോകുന്ന ആളുകളോട്, അതായത് ഇവിടെ അവസരങ്ങൾ ഇല്ല എന്നും പറഞ്ഞ് പുറത്തു പോകുന്ന ഓൺടർപ്രണേഴ്സ് ഉണ്ടാവാം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ പുതിയ പുതിയ പല കാര്യങ്ങളും സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും, അവരോട് എന്താണ് പറയാനുള്ളത്?
ഓക്കെ, ഇന്ത്യ എന്ന് പറയുന്നത് അത്രയും വലിയൊരു മാർക്കറ്റാണ്. ഇപ്പോൾ ഏതൊരു എംപ്ലോയീസിനെ പറയുകയാണെങ്കിൽ പല പല ഡിഫിക്കൽട്ട്. ഒരു എംപ്ലോയർക്ക് ഏറ്റവും ബെസ്റ്റ് മാർക്കറ്റ് ഇന്ത്യനെ, അത്രയും അൺഓർഗനൈസ്ഡ് ആയിട്ടാണ് എല്ലാ രീതിയിലുള്ള കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ നമുക്കൊരു ചെയേഴ്സിൻ്റെ എത്ര ബ്രാൻഡ്സ് നമുക്കറിയാൻ പറ്റും, അല്ലെങ്കിൽ ഏതൊക്കെ പ്രൊഡക്ട്സിൻ്റെ എത്ര ബ്രാൻഡ്സ് നമുക്ക് ബ്രാൻഡഡ് പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ കുറേ ഒരു വലിയൊരു ഷിഫ്റ്റ് അൺബ്രാൻഡഡ് ടു ബ്രാൻഡഡിലോട്ട് ഇന്ത്യ പോവുകയാണ്. സോ ഇത്രയും ഓപ്പർച്യൂണിറ്റി നമുക്കെല്ലാം മുന്നിൽ തന്നെ ഉണ്ട്. മുൻപിൽ നിങ്ങൾക്ക് എന്തൊക്കെ പ്രോബ്ലംസ് കാണാൻ പറ്റുമോ, അതിന് നിങ്ങൾക്ക് സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ, അതൊരു സ്കെയിലബിൾ ബിസിനസ് മോഡലായിട്ട് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുമോ, അതൊരു ഇന്നോവേറ്റീവ് ആയിട്ട് അതിൻ്റെ സ്കെയിലബിൾ ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഇന്നോവേറ്റീവ് ആയിട്ട് അതിൻ്റെ സ്കെയിലബിൾ ആയിട്ട് നമുക്ക് മൂവ് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഇവിടെ നിന്ന് പോകരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. സോ ഇത്രയും നമ്മളുടെ നാടിനെ സേവിക്കാൻ പറ്റുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഡെവലപ്ഡ് കൺട്രി ആക്കേണ്ടത് നമ്മൾ തന്നെയാണ്. സോ നമ്മളുടെ ഓരോ ആൾക്കാരുടെയും കൂടി നോട്ട് ബൈ ദ ഗവൺമെൻറ് ആൾസോ നമ്മളും കൂടി എല്ലാ ആസ് എ ഇൻഡിവിജ്വൽ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം നമ്മളുടെ രാജ്യത്തിനെ. ആ ഒരു രീതിയിൽ കാണുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും നാട് വിട്ട് പോകരുത്. നമ്മൾ ഇന്ത്യയിൽ എങ്ങനെയൊക്കെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമോ അതിന് പ്രോബ്ലം സോൾവ് ചെയ്യുക. അവിടെ ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ അതിനൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യുക, അതൊരു വലിയൊരു എൻ്റർപ്രൈസ് ആക്കി മാറ്റാൻ ശ്രമിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി വേറൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ ഉണ്ട്. അതായത് ഇവരെല്ലാവരും ഏർലി 20s. അതായത് ഈ ഗ്രൂപ്പിൽ ഏറ്റവും പ്രായം കൂടിയ ആള് 23 വയസ്സേ ഉള്ളൂ. അതായത് 23 വയസ്സെന്നൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ പലരും നമ്മുടെ ലൈഫ് ഫിഗർ ഔട്ട് ചെയ്തിട്ടുണ്ടാവില്ല. നമുക്ക് വളരെ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ടീം അവരുടെ ലൈഫിൽ ഒരു വലിയൊരു സ്റ്റാർട്ടപ്പ് നമ്മുടെ സ്റ്റേറ്റുമായിട്ട് കൊളാബറേറ്റ് ചെയ്തിട്ട് ഒരു വലിയ പ്രശ്നം തന്നെ പരിഹരിച്ചിരിക്കുകയാണ്. അപ്പം ഇത്രയും യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള നിങ്ങൾക്ക് ഈ ഒരു ഐഡിയയിലേക്ക് വന്നു, ഇതിന് ഇത്രയും വലിയൊരു അപ്രീസിയേഷൻ കിട്ടുന്നു, അതിനെപ്പറ്റി ഒന്ന് സംസാരിക്കാമോ? നമുക്ക് ഈ ഒരു പ്രായത്തിൽ ഇങ്ങനെ തുടങ്ങുന്ന ടൈമിലേക്ക് എല്ലാവരും ചെയ്യുന്ന കാര്യം, ഈ പ്രായത്തിലുള്ള എല്ലാവരും ചെയ്യുന്ന കാര്യങ്ങളല്ല നമ്മൾ ചെയ്യുന്നത് ഒബ്വിയസ്ലി. പക്ഷേ ഇത് തുടങ്ങുന്ന ടൈമിൽ നമുക്ക് നല്ല രീതിയിലുള്ള അതിൻ്റെ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്, മോശങ്ങളുണ്ടായിട്ടില്ല. മോശങ്ങൾ പറയാനുണ്ടെങ്കിൽ അധികമല്ല, എന്നാൽ പോലും നമ്മൾ ഈ ഒരു ഏജ് വെച്ച് ആൾക്കാർ നമ്മളെ ജഡ്ജ് ചെയ്യുന്നത് ഒരു ഫാക്ടറായിരുന്നു. പക്ഷെ എന്നാൽ പോലും നമ്മൾ ഈ ഒരു ഏജിൽ ഇത്രയും വലിയൊരു കാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് ഒരുപാട് ആൾക്കാർക്ക് നല്ല സന്തോഷം കിട്ടുന്ന ഒരു രീതിയിലേക്ക് അവർ നമ്മളെ മനസ്സറിഞ്ഞ് ഹെൽപ്പ് ചെയ്യാനുള്ളൊരു ഇതുണ്ടായിട്ടാണ്. പിന്നെ ആ രീതിയിലുള്ള ഒരുപാട് സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫ്രം ഡേ 1 തൊട്ട് തന്നെ നമുക്ക് ഒരുപാട് പേര് ലൈക്ക് ഞങ്ങൾ ഈവൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് തന്നെ ഒരുപാട് പേര് അത്രയും നല്ല സപ്പോർട്ട് ചെയ്ത് ഞങ്ങളൊരു മെൻറ്റർ പോലെ ഒപ്പം നിന്ന ഒരുപാട് പേരുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഫാമിലിനാണെന്നുണ്ടെങ്കിലും ലൈക്ക് ആരുടെ വീട്ടിൽ നിന്നും അങ്ങനെ ഒരു ചെയ്യരുത് എന്നുള്ളൊരു പ്രഷർ ലൈക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെ, സപ്പോർട്ടീവ് ആയിരുന്നു. ഈവൻ ദോ ഞങ്ങൾ ഈ ഒരു വലിയ പ്രിവിലേജർ ആയിട്ടുള്ള ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ നിന്നല്ല വരുന്നത്. സ്റ്റിൽ ഞാൻ ബിലീവ് ചെയ്യുന്നത് ഞാൻ പ്രിവിലേജറാണ്. ലൈക്ക് നമുക്ക് ഫെയിൽ ചെയ്യാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഫെയിൽ ചെയ്ത് പിന്നെയും അത് തിരിച്ചു വരാനുള്ളൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. 4 ലെവൽ ഓഫ് പ്രിവിലേജ് ഉണ്ടെന്നാൽ പോലും വലിയൊരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് നല്ല വരുന്നത്. ഐഡിയ ആദ്യം പിച്ച് ചെയ്ത സമയത്ത് എങ്ങനെയായിരുന്നു കൂടെയുള്ളവരുടെയൊക്കെ ഒരു റിയാക്ഷനും കാര്യങ്ങളും? ഞാനെന്തോ ഡിഗ്രി ലാസ്റ്റ് സെം ചെയ്യുമ്പോഴാണ് നമ്മൾ ഈ ഒരു ഐഡിയ ആയിട്ട് ഇതിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്. സോ എക്സാംസിൻ്റെയും കാര്യങ്ങളുടെയൊക്കെ സമയമാണ്. എക്സാമിനൊന്നും നമ്മൾ പ്രിപ്പയർ ചെയ്യാതെ ഇതിൻ്റെ ബാക്കിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. വൺസ് നമ്മളിത് ചെയ്യാൻ തുടങ്ങി, നമ്മൾ ഇത്ര ആൾക്കാരെ മീറ്റ് ചെയ്യാൻ പോകുന്നു, ഒരുപാട് വേറെ അപ്രീസിയേഷൻസ് നമുക്ക് കിട്ടുന്നു. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വീട്ടുകാർക്കും അവരും ഹാപ്പി ആവാൻ തുടങ്ങി. സോ ഓക്കെ, എന്തായാലും ചെയ്യുന്നുള്ള ഒരു റെസ്പോൺസായി പിന്നെ അവരുടെ കയ്യിൽ നിന്ന്. പിന്നെ നമുക്ക് പഠിക്കാൻ പറ്റിയ പ്രായമാണല്ലോ. ഈ ഒരു ടൈമിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ഫെയിൽ ആയാലും നമുക്ക് കുഴപ്പമില്ല, നമുക്ക് റിസ്ക് എടുക്കാനുള്ള ടൈം ഉണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഒന്നില്ലെങ്കിൽ നമ്മൾ സക്സസ് ആവും, അല്ലെങ്കിൽ അത് ഏറ്റവും വലിയൊരു ലേണിംഗ് ആവും നമ്മുടെ ലൈഫിൽ. സോ അത് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഇറങ്ങി. പിന്നെ നമ്മൾ വിചാരിക്കുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ഈ സ്റ്റാർട്ടപ്പിൻ്റെ ഏർലി സ്റ്റേജിൽ ഒരു ലെവൽ ഓഫ് ഡിലൂഷൻ വേണം എന്നുള്ളതാണ്. ലൈക്ക് അപ്പോൾ ഏത് സ്റ്റേജിൽ എത്ര താഴ്ന്ന സ്റ്റേജിലായിക്കോട്ടെ നമ്മുടെ കാര്യങ്ങൾ അത് എങ്ങനെയും റെഡിയായി വരും എന്നുള്ള ഒരു കോൺഫിഡൻസ്, ലൈക്ക് ആ ഒരു ഡിലൂഷൻ തന്നെ ഉണ്ടെങ്കിൽ സറൗണ്ടിങ്സ് അതിനോട് മോൾഡായി വന്ന് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതാണ്. നമുക്ക് ഈ ഒരു യൂണിവേഴ്സ് ഹെൽപ്പ് ചെയ്യും എന്നുള്ളൊരിതാണ് അല്ലേ. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ സറൗണ്ടിങ്സ് അതിനോട് ഇതായിട്ട് വരും. അതാണ് നിങ്ങൾ ഫോളോ ചെയ്ത നിങ്ങളുടെ ഒരു വിജയം. അതെ, നമ്മളിപ്പോൾ അപ്സ് ആൻഡ് ഡൗൺസ് ലൈക്ക് ഇത്രയും കാലം ഉണ്ടായിരുന്നു, ഇനിയും ഒബ്വിയസ്ലി അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും. അപ്പോൾ ഡൗൺസിൻ്റെ ടൈമിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് നമുക്ക് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും, ലൈക്ക് വെറുതെ സ്ട്രെസ് അടിച്ചുകൊണ്ട് നമുക്കൊരു കാര്യമല്ല. അപ്പോൾ നമ്മളെ തന്നെ അത് താഴ്ത്തുന്നല്ലാതെ നമുക്കൊരു ബെനിഫിറ്റും കിട്ടാനില്ല. അപ്പോൾ നമുക്ക് ആ ഒരു ടൈമിൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ടൈമിൽ നമുക്ക് ചെയ്യാൻ എന്തൊക്കെയുണ്ടോ അത് ചെയ്യുക, ബാക്കിയുള്ളത് ഈ ഒരു നിമിത്തം പോലെ നടക്കും. നസീമ ഇപ്പൊ ഇത്രയും വലിയൊരു റിസ്ക് ആണ്, ഓൾറെഡി ഫേമിലി വർക്ക് ചെയ്യുന്ന ആളാണ്, പിന്നെ വേറൊരു കാര്യം പിച്ച് ചെയ്യുന്നുണ്ട്, അതിനിടയ്ക്കാണ് ഇങ്ങനെ ഒരു റിസ്കിലേക്ക് എടുക്കുന്നത്. ആ റിസ്ക് എടുക്കാൻ നേരത്തെ എന്തെങ്കിലും പേടിയോ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, ഒരിക്കലും ഇല്ല. ലൈക്ക് കാരണം എനിക്ക് ലൈക്ക് അവർ വന്ന് പിച്ച് ചെയ്യുമ്പോൾ ഞാൻ ആദ്യം ഇമ്പ്രസ് ആവുന്നത് ലൈക്ക് നമുക്കൊരു പ്രോപ്പർ ടീമുണ്ട്, നമ്മൾ 5 പേർക്കും ഒരേ മൈൻഡ് സെറ്റ് അല്ല. ലൈക്ക് വി ഹാവ് ടു ഡു സംതിങ് ടുഗെദർ. ലൈക്ക് ഒറ്റയ്ക്ക് എന്തെങ്കിലുമൊക്കെ നേടണം എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ലൈക്ക് എല്ലാവർക്കും ഉണ്ട്.
സോ അവരെന്നോട് വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ലൈക്ക് സ്ട്രേറ്റ് അപ്പ് എനിക്കറിയില്ല ലൈക്ക് എങ്ങനെ ഇത് വർക്കൗട്ട് ആക്കി എടുക്കണം എന്നുള്ളത്. കാരണം എനിക്ക് ഒരുപാട് കോൺസ്റ്റൻസ് തന്നു, ലൈക്ക് ലിമിറ്റേഷൻസ് ഒരുപാട് ലൈക്ക് ബൗണ്ടറീസ് എനിക്ക് തന്നിട്ടുണ്ട്. കൺവീനിയൻ്റ് ആയിരിക്കണം, ലൈക്ക് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റണം, SOP മോഡലിൽ വർക്ക് ആവണം, 3 minutes ഇൻസ്റ്റോ ഡെലിവറി കൊടുക്കണം. സോ എനിക്ക് എങ്ങനെയെന്നുള്ളൊരു ഓപ്ഷൻ സത്യം പറഞ്ഞാൽ എനിക്ക് മൈൻഡിലൂടെ അപ്പോൾ ഓടിയിട്ടില്ല. ബട്ട് അതങ്ങ് ചെയ്യാം, ലൈക്ക് നടത്തി ലൈക്ക് എങ്ങനെയെങ്കിലുമൊക്കെ നടത്തിയെടുക്കാമെന്നുള്ളൊരു കോൺഫിഡൻസിൽ നമ്മളങ്ങ് മുന്നോട്ട് പോയതാണ്. അട്ടപ്പോയി ലൈക്ക് എങ്ങനെയാണ് ഈ ഒരു ജേർണിയിലേക്ക് വരുന്നത്? ഇവരുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഫ്രണ്ട്സ് ആണ്. എങ്ങനെയാണ് നിങ്ങളുടെ ആ ഒരു കണക്ഷനെ പറ്റി ഒന്ന് പറയൂ. ഷിബിനാണ് ഇതിൻ്റെ ഒരു സെൻട്രൽ പോയിന്റ് ആയിട്ട് കാണാൻ പറ്റുക. അപ്പോൾ ഷിബിൻ്റെ മൈൻഡിലാണ് ഓൾറെഡി ഐഡിയ ഉള്ളത്. അപ്പോൾ ബുദ്ധി ഉദിച്ചത് ഷിബിന്റെ ഹെഡിലാണ് കേട്ടോ. ഓക്കെ, ഞാനും ഷിബിനും നെയ്ബേഴ്സാ. ഷിബിൻ എപ്പോഴും പറയാറുണ്ട് ഇങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്, നമുക്കൊരു സൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണെന്ന് എപ്പോഴും പറയാറുണ്ട്. ഓക്കെ, അങ്ങനെ അവൻ്റെ 5th സെമിസ്റ്റർ കഴിഞ്ഞിട്ട് നാട്ടിൽ വന്ന ടൈമിലാണ് ഷിബിനും സഞ്ജിതും ആക്ച്വലി ആ ഒരു ട്രേഡിംഗ് പാർട്ട്നേഴ്സാണ്, ഒപ്പം ട്രേഡ് ചെയ്യണവരാ അവർ രണ്ടുപേരും. പിന്നെ അന്നൊരു കൊറോണ ഒക്കെ കഴിഞ്ഞതിന് ശേഷം ആപ്പ് വെബ്സൈറ്റൊക്കെ ഭയങ്കര ബൂം ചെയ്ത് നിൽക്കുന്ന ടൈമാണ്. അപ്പോൾ അവരുടെ മൈൻഡിലുള്ളത് ഒരു ആപ്പ് വെച്ച് ഇങ്ങനത്തെ സർവീസ് കൊടുക്കണം എന്നുള്ളതാണ്. അപ്പോൾ ഷിജ ഓൾറെഡി ടീമിൽ ഇന്നായി, ഞാനെല്ലാം പുറത്തുനിന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഇവരിവിടെ എറണാകുളത്ത് IRCTC ഓഫീസിൽ വരുന്നതും IRCTC ഓഫീസേഴ്സായിട്ട് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് സംസാരിക്കുന്ന ടൈമാണ്. ഷിബിൻ എന്നെ അങ്ങനെ പിച്ച് ചെയ്തു. ഞാൻ ഓൾറെഡി ACCA 9 പേപ്പേഴ്സ് കഴിഞ്ഞ് തന്നെ ഇരിക്കുക, ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, ഒരു ഗ്യാപ്പും ഉണ്ട്, മീൻസ് വലിയൊരു പ്രോബ്ലം ഉണ്ട്, ആ ഒരു സൊല്യൂഷൻ കൊടുക്കാൻ എനിക്കും ടീമിലൊരു ഗ്യാപ്പ് ഉണ്ട്. ഞാൻ ഓൾറെഡി ഫൈനാൻഷ്യൽ എക്സ്പെർട്ടൈസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ഒരു സാധനം എനിക്ക് കമ്പനിയിൽ ആവശ്യമുണ്ടെന്ന് അവൻ പറഞ്ഞു. ഇത് തന്നെ ഞാൻ വീട്ടിലും പിച്ച് ചെയ്തത്, ഞാൻ പഠിച്ച കാര്യം തന്നെ ഞാൻ അവിടെ ചെയ്യാൻ പോകുന്നത്, എക്സ്ട്രാ ആയിട്ടൊന്നുമില്ല. ആദ്യമായിട്ട് തന്നെ ഐഡിയ സ്റ്റാർട്ട് ചെയ്തത് നമ്മുടെ ഷിബിന്റെ ഹെഡിലാണെന്ന് പറഞ്ഞു. ഷിബിന്റെയാണ് ഐഡിയ. എങ്ങനെയാണ് ഈ ഐഡിയയിലേക്ക് വന്നത്? നമുക്ക് അവിടെ നെക്സ്റ്റ്. ഓക്കെ, ഞാൻ പഠിച്ചിരുന്നത് ബാംഗ്ലൂരായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ബാംഗ്ലൂർ പഠിക്കുന്ന ടൈമിൽ ഞാൻ എല്ലാ വീക്കെൻഡ്സിലും ട്രെയിനിലാണ് യാത്ര ചെയ്യാറ്. അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ ഞാൻ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഒട്ടും സാറ്റിസ്ഫൈഡ് ആയിട്ടല്ല എല്ലാവരും ഫുഡ് കഴിക്കുന്നത്. ഓൾമോസ്റ്റ് 2 കോടി ജനങ്ങൾ ഇന്ത്യൻ റെയിൽവേ എന്നും യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ 80% ആൾക്കാരും ഫുഡ് കഴിക്കുന്നില്ല അവിടുന്ന്. ഓൺലി 20% ആൾക്കാർ കഴിക്കുന്നത്. അവർ 75%ഉം അത് അൺസാറ്റിസ്ഫൈഡ് ആണ്. സോ ആസ് പെർ IRCTC ഡെയിലി ഇത്രയും കംപ്ലയിൻറ്റ്സ് വരുന്നുണ്ട്. സോ ഞാൻ യാത്ര ചെയ്യുമ്പോൾ കണ്ട കാഴ്ച എന്ന് പറയുന്നത് ഒരാളുടെ പ്രൈവറ്റ് പാർട്സ് റബ്ബ് ചെയ്യുന്നു, അതേ ബ്രയർ ഹാൻഡ്സോടെ ഫുഡ് സെർവ് ചെയ്യുന്ന ഒരു കാഴ്ച ഞാൻ കണ്ടിരുന്നു. സോ ഇത്രയും വലിയൊരു പ്രോബ്ലം ഇവിടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ ട്രെയിനിൽ നിന്ന് ഫുഡ് കഴിക്കാതെ എനിക്ക് സ്റ്റൊമക്ക് കുറച്ച് അപ്സെറ്റായി, ഗ്യാസൊക്കെ കയറി കഴിക്കാതെ ഫുഡ് കഴിക്കാതെ. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിന് എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്തണം എന്നുള്ളത്. പിന്നെ നെക്സ്റ്റ് ഞാൻ എൻ്റെ ട്രാവൽ ജേർണിയിൽ അവരുടെ ഒരു നിയർ ബൈ ഒരു 3 കിലോമീറ്റേഴ്സ് അപ്പുറത്തുള്ള ഒരു റോൾ ഷോപ്പ് ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരു റോൾ വാങ്ങി ഞാൻ ക്യാരി ചെയ്ത് കഴിച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി ഒരു റാപ്പ് പോലത്തെ അല്ലെങ്കിൽ ഒരു സിംഗിൾ ഹാൻഡിൽ കഴിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ ബെറ്റർ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ നമ്മുടെ ടീമിലെല്ലാവരോടും കണ്ടിരുന്നത്. അതായത് ഗ്ലൗസ് ഇട്ട ഒരാൾ ഒരു ആപ്പ് പോലത്തെ ഒരു പ്രൊഡക്റ്റ് കൊണ്ട് തന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ള ഒരു സിംഗിൾ തോട്ടിൽ നിന്നാണ് പിന്നെ നമ്മുടെ ടീം എല്ലാവരും കൂടെ ഇപ്പോൾ ഒരു ടെക് ഇനേബിൾഡ് ആയിട്ടുള്ള ഒരു ട്രാവൽ ഫുഡ് QSR ബ്രാൻഡിലോട്ട് നമ്മൾ എത്തി നിൽക്കുന്നത്. സോ ഈ ആദ്യം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രെയിൻ ജേർണീസിനെ ഫോക്കസ് ചെയ്തിട്ടാണല്ലോ. അപ്പോൾ അതിൽ ട്രെയിൻ ജേർണീസിൽ എന്താണ് ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഇപ്പം നമ്മൾ സ്റ്റേറ്റുമായിട്ട് ഇവർ കൊളാബറേറ്റ് ചെയ്ത് കഴിഞ്ഞു, അതായത് KSRTCയുമായിട്ട്. ആൻഡ് നമ്മുടെ റെയിൽവേയുമായിട്ട് എങ്ങനെയാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത്? കൊളാബറേഷൻ ആയിട്ടുണ്ടോ അതോ എങ്ങനെയാണ് നിങ്ങളിപ്പോൾ നിങ്ങളുടെ പ്രവർത്തന രീതി? ഓക്കെ, നമ്മളിപ്പോൾ റെയിൽവേ സ്റ്റേഷൻ പ്രൊമൈസസിലായിട്ട് ഔട്ട്സൈഡ് റെയിൽവേ സ്റ്റേഷൻ പ്രൊമൈസസായിട്ട് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലും കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ പുറത്തായിട്ടാണ് നമുക്ക് ഔട്ട്ലെറ്റ് ഉള്ളത്. ഇപ്പോൾ IRCTC വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് IRCTCയുടെ ഫുഡ് ഓൺ ട്രാക്ക് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ ആപ്പ് യൂസ് ചെയ്തിട്ട് എറണാകുളത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഫുഡ് ഡെലിവറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു കൊളാബറേഷൻ മോഡല്ല, അല്ല, ഒരു വെൻഡർ നമ്മൾ അത് ആർക്കും വേണമെങ്കിലും അപ്ലൈ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമ്മുടെ ട്രെയിൻ ജേർണി ചൂസ് ചെയ്യുന്ന ആളുകൾക്ക് അങ്ങനെ ചെയ്യാനുള്ളതും അതേപോലെ തന്നെ KSRTCയിലുള്ളവർക്ക് എന്താണ് സീറ്റിൽ വന്നിട്ട് ഫുഡ് വരെ ഡെലിവർ ചെയ്യുന്ന രീതിയിൽ വരെയൊക്കെയാണ് പോകുന്നത്. എറണാകുളത്ത് നമ്മൾ സീറ്റ് ഡെലിവറി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുഡ് ഓൺ ട്രാക്ക് ആപ്പ് യൂസ് ചെയ്ത് നിങ്ങൾ PNR നമ്പർ യൂസ് ചെയ്ത് 1 hour ബിഫോർ ഓർഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏതിന് എറണാകുളം ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷൻ സീറ്റ് ഡെലിവറി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫുഡ് ഓൺ ട്രാക്ക് ആപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, IRCTC ഫുഡ് ഓൺ ട്രാക്ക് ആപ്പ് യൂസ് ചെയ്തിട്ട് നിങ്ങൾ PNR നമ്പർ എറണാകുളം ജംഗ്ഷൻ സ്റ്റേഷൻ സെർച്ച് ചെയ്യുകയാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ റെയിൽവേസ് കാണും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓർഡർ ചെയ്തിട്ട് നമ്മൾ ഡെലിവറി ചെയ്യുന്നുണ്ട്. അപ്പൊ ഇനി ഫർദർ പ്ലാൻസ് എന്താണ്? ലൈക്ക് ഇപ്പൊ നമ്മൾ ഓൾറെഡി എന്താണ് KSRTCയിൽ നമ്മൾ കൊളാബറേഷൻ ചെയ്യുന്നുണ്ട്, ഓൾസോ IRCTCയുമായിട്ട് കൊളാബറേറ്റ് അല്ലെങ്കിൽ കൂടി അവിടെയും ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ നെക്സ്റ്റ് വേറെ എന്താണ് അടുത്തടുത്ത പ്ലാൻസ്? ഓക്കെ, നമ്മൾ
റെയിൽവേ സ്റ്റേഷൻ്റെ ഇൻസൈഡ് ഔട്ട്ലെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നമ്മളൊരു 2-3 സ്റ്റേഷനിലായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓൾറെഡി അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇൻസൈഡ് റെയിൽവേ സ്റ്റേഷൻ്റെ ഉള്ളിൽ ഔട്ട്ലെറ്റ് ആണ്. അതിൽ നമുക്ക് ഒരു ആഡ് ഓൺ സർവീസ് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് നോർമലി നമ്മൾ കാണുന്ന വെൻഡേഴ്സ് ഇല്ലേ, നിങ്ങൾ കാണുന്ന ചായ വെൻഡേഴ്സ്, അവരെ മാറ്റിയിട്ട് ഒരു വെൽ ഗ്രൂംഡ് വെൻഡർ ആക്കി മാറ്റിയിട്ട് ഹൈജീനിക് ആയിട്ട് ഫുഡ് ഡയറക്റ്റ് ടു സീറ്റിലോട്ട് നമുക്ക് ഇത് വിത്തൗട്ട് ടെക് ഓർ എനി ഓർഡറിങ് നമ്മൾ ഡയറക്റ്റ് നമ്മൾ എന്ത് ചെയ്യും, റാപ്പ് എടുത്തിട്ട് നിങ്ങളുടെ അടുത്ത് തരും. നിങ്ങൾക്ക് നിയർ ബൈ QR കോഡ് നിങ്ങൾക്ക് സ്കാൻ ചെയ്തിട്ട് അപ്പോൾ തന്നെ എന്ത് ചെയ്യാൻ പറ്റും. അതായത് നമ്മളിപ്പോ ഈ ട്രെയിനിലൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ചിപ്സ് അതേപോലെ തന്നെ ചായ ഒക്കെ കൊണ്ടുവരുന്ന ആളുകളെ പോലെ നമുക്ക് ഒരു വെൻഡർ ആയിരിക്കും, റെയിൽവേ വെൻഡർ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സെൽ ചെയ്യാൻ വരുന്ന ഒരാളായിരിക്കും. ഓക്കെ, ആളുടെ കയ്യിൽ നമ്മൾക്ക് നമ്മുടെ റാപ്സ് ഉണ്ടാവും. ആളുടെ ഒരു ഹൈജീനിക് ആയിട്ടുള്ള പാക്കേജിങ് ആൻഡ് ആളുടെ വേഷം എന്ന് പറഞ്ഞ ഒരു വെൽ ഗ്രൂംഡ് വെൻഡർ ആയിരിക്കും. ആളുടെ ടീഷർട്ട്, ഗ്ലൗസ്, ക്യാപ്പ്, ഒരു ഐ ക്യാച്ചിങ് ടീഷർട്ട് നമ്മളെ ബ്രാൻഡിങ്ങിൽ ചെയ്തിട്ട് നിയർ ബൈ കസ്റ്റമറിലോട്ട് എത്തിക്കുന്ന മോഡൽ. മീൻസ് എൻഡ് കൺവീനിയൻസ്. ഒരു ട്രാവലറിന് ആക്സസിബിൾ ആയിരിക്കണം, അഫോർഡബിൾ ആയിരിക്കണം, കൺവീനിയൻ്റ് ആയിരിക്കണം. സോ ക്വൈറ്റ് ഇന്നോവേറ്റീവ് ആണ് ആ ഒരു ഐഡിയ. അപ്പോൾ നമ്മൾ നമ്മുടെ സീറ്റിലിരിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഭക്ഷണം ഏറ്റവും ഹൈജീനിക് ആയിട്ട് എത്തിക്കാനുള്ള വേറൊരു ഐഡിയയും കൂടിയാണ് പറഞ്ഞത്. സോ അതും നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഐഡിയ ആണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ടീമിനെ കാണുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നിങ്ങൾക്ക് നല്ലൊരു ഡ്രീം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഐഡിയാസ് എന്താണ് അത്രത്തോളം സ്ട്രോങ് ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ബിലീവ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മുന്നോട്ട് പോകാൻ പറ്റുമെന്നാണ് അല്ലേ? അങ്ങനെയാണ്. അപ്പം ഓൾ ദ ബെസ്റ്റ് ടീം റെയിൽ റോൾസ്. അപ്പം ഫ്യൂച്ചറൊക്കെ അടിപൊളിയായിട്ട് പോട്ടെ. താങ്ക് യു ഫോർ ഹാവിങ് us.